ഗൈസ് ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബ് വ്ളോഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 3 ആൾക്കാരുണ്ട്: ഷാദിൽ, അർഷു, സിനാൻ. ഓക്കെ, നമ്മളിപ്പോ എടുക്കാൻ വന്നിട്ടുള്ളത് ബീച്ച്. ഏത് ബീച്ച്? വാഴപ്പള്ളി ബീച്ചിൽ എന്താ പരിപാടി? പരിപാടിയൊന്നും ഇല്ലേ? ജിമ്മൊക്കെ എങ്ങനെ പോണ്? പണി, ക്ലാസ്? അപ്പോ ബീച്ചിന്റെ വ്യൂ കണ്ടിട്ട് 3 യുവാക്കൾ നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു പണിയില്ലാത്ത 3 യുവാക്കൾ ഒരു വൈകുന്നേരം നേരം സായാഹ്നം ആസ്വദിക്കാൻ വന്നേക്കാണ്. അപ്പൊ നമ്മള് ആസ്വദിക്കാൻ വന്നേക്കാണ്. ആസ്വദിച്ച് എന്താവുന്നുള്ള അറിയില്ല. കൊറേ നമ്മള് വാടാനപ്പള്ളി ബീച്ചൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ആകെ സീനാണ്. കൊറേ മഴ ആയിട്ട് വെള്ളമൊക്കെ ഉണ്ട് റോട്ടില്. പിന്നെ ഇവിടെ പിന്നെ കടല്. കൊറേ ആൾക്കാര് ട്രിപ്പ് വന്നിട്ടുണ്ട്. ഓ, കിഡിലെ ഫ്രെയിമില്ലേ? കൊറേ ആൾക്കാര് ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നാണ് ഇന്ന്. കിഡിലൻ ഷാദിലൊരു പാട്ട് പാടുവോ? ഷാദിന്റെ പണ്ടത്തെ സാധനം മനസ്സില്. ഇനി എന്തിനു പാടിയ പാട്ട് പറയൂ? പാടാ പാടാ പോലെ മിണ്ടാണ്ടിക്കല്ലേ. നമ്മളെ വ്ളോഗാട്ടാ. നിങ്ങളൊന്നും ഒരു ഉഷാറില്ലാട്ടാ. രണ്ടോട്ടോടെ അങ്ങോട്ട് ഓടിയേ. ഉള്ളിന്ന് വരട്ടെ. ഒരു ഓട്ടോ അങ്ങോട്ട് ഓടിയിട്ടുണ്ടോന്ന്. 1000 രൂപ തരാം. 1000 തന്ന് തരും. ഇല്ലല്ല, ഈ ആദ്യം ഓടിയിട്ട് വാ. ഇല്ലല്ല, അനക്കനക്കത് പണ്ടത്തെ പോലെ ഓടാൻ പറ്റാത്ത എന്താ? ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ ഷാദിലിന് പണ്ടത്തെ പോലെ ഓടാൻ പറ്റുന്നില്ല? എന്തായിരിക്കും കാരണം? സീനാണ്, കുറച്ച് സീന. അതൊക്കെ ഇടയും. എല്ലാരും തുടങ്ങട്ടെ. ഇതെന്താ എഴുതിയേക്കണ്? ഇതെനിക്ക് ആര് ഗിഫ്റ്റ് തന്നാണ്? സന ആരാണ്? ഗൈസ്, ഇവിടെ ഒരാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മക്കൊന്നും ആയിട്ടില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ? എന്റെ കല്യാണം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരും നോക്കണ്ട. പിന്നെ ഇവൻ ഫ്രീ ആന്ന് പറയാൻ പറഞ്ഞു ഷാദിൽ. അതുപോലെ തന്നെ ഇവൻ ഫ്രീ ആണെന്നുള്ളത് അറിയില്ല. ഫ്രീ ആന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഫ്രീ ആണ്. നമുക്കൊരു ചായ പിടിക്കാവാ. ക്യാമറ ഓഫ് ചെയ്യണമെന്നില്ല. കോഫി നമ്മളെ റോയൽറ്റി. നമുക്ക് ബീച്ചിലിടാ. ബീച്ചിൽ കുറച്ച് നടന്നു വന്നാലോ? കുറച്ച് നടന്നാലോ? ഇവിടെ കുതിരനെ കാണിച്ചു കൊടുക്കാം. ഒരു കുതിര ഉണ്ട്. കുതിരനെ കാണിച്ചാല. മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പറയുന്നത്? ഏതാത്തമാര്? കുതിരനെ കാണിച്ചു കൊടുക്കട്ടാ. ഒരു കുതിര ഉണ്ട്. ഈ കുതിര കുറച്ച് സീനാണ്. ഈ കുതിര കുറച്ച് നേരമായിട്ട് ഇളകി നിൽക്കായിരുന്നു. കണ്ട, അതിനെ കൂട്ടി കയറ്റിക്കണില്ല. അവിടെ ഒരു കുതിരനെ കൂട്ടി കയറ്റിയേക്കാണ്. കുറച്ച് നേരമായിട്ട് കുറച്ച് സീനാണ് ആ കുതിര. അനക്ക് കുതിരനായിട്ട് എന്തേലും പരിപാടി ഉണ്ടോ? എന്താ പരിപാടി? ഹോഴ്സ് ട്രെയിനാ? അതെന്താ സാധനം? ഞാൻ പഠിപ്പിക്കണ്ട? എത്ര രൂപ വരും? 2000 രൂപ മാത്രമേ ഉള്ളൂ. ഷാദിൽ ഹോഴ്സ് ട്രെയിനിങ്. എന്ത് ട്രെയിനിങ് ആണ് താങ്കൾ ചെയ്യുന്നത്? എന്ത് ഹോഴ്സാണോ? ഹോഴ്സ് ട്രെയിനിങ്. എന്താ ഹോഴ്സ്? എന്താണ് സംഭവം? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട വെള്ളം കണ്ടപ്പോ കണ്ട. എവിടെ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടപ്പോ കണ്ടില്ലേ? അതൊക്കെ വെള്ളത്തിൽ കൂടി ഓടി വന്നിട്ടുണ്ട്. ഗൈസ്, വാടാനപ്പള്ളി ബീച്ച്.
അങ്ങനെ എളുപ്പവഴി ഉണ്ടെന്നാണ് ഷാദിൽ പറയണത്. നമുക്ക് എളുപ്പവഴി പോയോക്കാം. ഓക്കെ, കഫേ അല്ല സ്റ്റുഡിയോ, അവിടെ എഴുതിട്ടിരിക്കുന്നുണ്ടല്ലോ സ്റ്റുഡിയോ. അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണ ഒരു അടിപൊളി അല്ലേ. ഗൈസ് അർഷുവിന് തിരക്കുള്ള സ്ഥലത്തേക്ക് പോണെന്നാ പറയണത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ വ്യക്തിക്ക് തിരക്കുള്ളടത്തേക്ക് പോണെന്ന് എന്താ പറയാ. ലാഹൗല വലാ ഇത് യൂട്യൂബില് പോസ്റ്റ് ചെയ്യൂട്ടാ, സീരിയസ് ആയിട്ട് പറയണ്. അപ്പോ 4 യുവാക്കൾ ബീച്ചിൽ കറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്ത്, അതായിരിക്കും ഇതിന്റെ ഇത് വരുന്നത്. മറ്റേ എന്തിട്ടാ പറയാ, അതിന്റെ ഒരു തംബ്നെയിൽ വരുന്നതാണ്. 4 യുവാക്കൾ ഞായറാഴ്ച ബീച്ചിൽ കറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്ത്, അതാണ് അതിന്റെ വ്ളോഗിന്റെ പേര്. ഓക്കെ, 4 പട്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. 4 പട്ടികൾ. 4 പട്ടികളും 4 പട്ടികൾ ഇതേപോലെ തന്നെ 4 യുവാക്കൾ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അവിടെ ഊഞ്ഞാലറിഞ്ഞ ബഹുമാനപ്പെട്ട ഷാദിൽ അതെ അതെ അതെ. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കരഞ്ഞിട്ടില്ല. പണ്ട് ഷാദിലിന്റെ പേരത്തിനെ പാട്ടിന് ചേർന്നിട്ട് അവസാനം സൗണ്ട് പുന്നാരെ എങ്ങനെ എന്നാ ഒന്ന് പാട് നോക്കട്ടെ. പാടടാ. അപ്പൊ ഗൈസ് നമ്മൾ കുറച്ചേരം ബീച്ച് ഒന്ന് വ്യൂ എൻജോയ് ചെയ്യട്ടെ. അപ്പൊ ബീച്ചില് അപ്പൊ നമ്മൾ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ വ്ളോഗിൽ നിന്നും ബൈ ഫ്രം അസ്ലം, കൂടെ 3 യുവാക്കൾ. ഓക്കെ.